ഹലോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് മൺഡേ, അതായത് ഇന്ന് ഏർലി മോർണിംഗ് ഞാൻ ചെയ്ത എൻ്റെ കുറച്ച് മോർണിംഗ് വിശേഷങ്ങളാണ്. അപ്പോൾ ഏത്തപ്പഴം കുറച്ച് പഴുത്തിരിപ്പുണ്ട്. അപ്പോൾ സാറായ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷനിലാണ് ഞാൻ ഏറ്റവും ആദ്യം മോർണിംഗ് പ്രയറൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് സാറാക്കുള്ള സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഏത്തപ്പഴം കണ്ടല്ലോ, അപ്പോൾ ഏത്തപ്പഴം കുറച്ച് പഴുത്തതിരുന്നു. അപ്പോൾ അതിന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള അവൾക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സും സ്നാക്കും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നാക്ക് ബോക്സ് ഒക്കെ എടുത്ത് കബോർഡിൽ നിന്നെടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചതാണ്. അപ്പോൾ ഞാൻ ഏകദേശം തീരുമാനിച്ചു ഇന്ന് അവൾക്ക് എന്തൊക്കെയാണ് കൊടുത്തു വിടേണ്ടതെന്ന്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പാനിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാനിതാ ബനാന ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്നാക്സ് എന്ന് പറയുന്നത് ഓരോ ദിവസവും മാറി മാറിയാണ്. എന്നാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നല്ല പറയുന്നത്. നമുക്ക് ഫ്രൂട്ട്സിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേനും ഞാൻ കൂടുതലായിട്ട് സ്നാക്ക് ബോക്സിലെ മെയിൻ സ്നാക്ക് എന്ന് പറയുന്നത് ഞാൻ കൂടുതലായിട്ടും കൊച്ചിന് നഗറ്റ്സ്, ബ്രെഡ്, ബനാന, ഈ 3 ഐറ്റംസാണ് ഞാൻ കൂടുതൽ കൊടുത്തു വിടാറ്. പിന്നെ ബ്രെഡ് ആകുമ്പോഴത്തേനും ബ്രെഡിൽ പല സ്പ്രെഡ്, ബ്രെഡിന് ജാം സ്പ്രെഡ് ചെയ്യും, ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്യും, ബട്ടർ സ്പ്രെഡ് ചെയ്യും, അങ്ങനെ പല സ്പ്രെഡ് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുന്നേ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച കടലയായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഉഴുന്നും അതുപോലെ തന്നെ എൻ്റെ പച്ചരിയുമാണ്, ദോശയ്ക്ക് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ കടല എന്ന് പറയുന്നത് ഇന്ന് ഡിന്നറിന് കടലക്കറി വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പച്ചരി ഉഴുന്നെന്ന് പറയുന്നത് ഇന്ന് അരച്ചു വെച്ചാൽ അടുത്ത ദിവസത്തേനുള്ള, ഒരു ദിവസം ഇഡലി, ഒരു ദിവസം ദോശ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഏത്തപ്പഴം എന്ന് പറയുന്നത് ഒരു സൈഡ് എല്ലാം പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം പയ്യെ തിരിച്ചിടുകയാണ്. അപ്പോൾ സാറയ്ക്ക് കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ റെഡിയാക്കുന്നത് സ്നാക്ക് ബോക്സിലേക്ക് കുറച്ച് പീസ് എടുക്കും, പിന്നെ വളരെ കുറച്ച് പീസ് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഞാൻ സ്നാക്ക് ബോക്സിൽ മെയിൻ സ്നാക്ക് എന്താണോ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ജസ്റ്റ് സ്കൂളിൽ വെറും വയറ്റിൽ പോവാതെ രാവിലെ കുറച്ച് വെള്ളം കുടിപ്പിക്കും. അതുപോലെ തന്നെ ഇതും കൂടെ എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കും, വെറും വയറ്റിൽ പോകാതിരിക്കാൻ. അല്ലാതെ അവൾ ക്ലാസ്സിൽ പോയിട്ട് സ്നാക്ക് ബോക്സ് കഴിക്കും, ബാക്ക് ടു ഹോം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും. ഞാൻ കമ്പൽസറി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും കേട്ടോ. കുറച്ച് ലേറ്റ് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മസ്റ്റായിട്ട് കൊച്ചിന് കൊടുക്കും. അവൾ സ്കൂൾ വിട്ട് വന്ന ഉടനെ അവൾക്ക് കൊടുക്കുന്ന ഒരു ഗ്ലാസ് പാലും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ആയിരിക്കും. അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു 2:30-3 മണിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സാറാക്ക് വേണ്ടിയിട്ട് സ്നാക്ക് ബോക്സിൽ വെക്കേണ്ട ഐറ്റംസൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ വക ഐറ്റംസൊക്കെ ഞാൻ എടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ ബേക്കറിയുടെ ടിന്ന് ഞാൻ വീണ്ടും കബോർഡിലേക്ക് കയറ്റി. അതിനുശേഷം എൻ്റെ പരിപാടി എന്ന് പറയുന്നത് കൊച്ചിന് ഇന്ന് ഫ്രൂട്ട്സ് ആയിട്ട് എന്തൊക്കെ കൊടുക്കും എന്നാണ്. അവളുടെ ഫേവറേറ്റ് ആണ് ഗ്രേപ്സ്. അപ്പോൾ ഞാനിതാ ഗ്രേപ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ ഓർത്തിരിക്കുന്നത് പേരയ്ക്ക. അപ്പോൾ ഈ പേരയ്ക്ക അത്യാവശ്യം പഴുത്ത പേരയ്ക്കയാണ്. അപ്പോൾ ഇനിയും വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പേരയ്ക്കായും അതുപോലെ തന്നെ ഗ്രേപ്സുമാണ് കൊച്ചിന് ഫ്രൂട്ട്സ് ആയിട്ട് കൊടുത്തു വിടാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മുന്തിരിയൊക്കെ നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്ന് അടർത്തി മാറ്റി നന്നായിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം നന്നായിട്ട് ഓരോന്നോരോന്നെടുത്ത് കഴുകി. അപ്പോൾ അതെല്ലാം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ബനാന എല്ലാം നന്നായിട്ട് റെഡിയായി ഒരു ടിഷ്യൂലൊക്കെ ഇട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്, ആ ഓയിലൊക്കെ ഒന്ന് പോകാനായിട്ട്. പിന്നെ സ്നാക്സും ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നും സ്നാക്ക് ബോക്സിൻ്റെ ഷോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഷോർട്ട്സ് എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ടേബിളിലുള്ള ബാക്കി അലങ്കോലപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ മാറ്റിയതിന് ശേഷം നമ്മുടെ കൊച്ചിൻ്റെ സ്നാക്ക് ബോക്സിൽ 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സ്നാക്സും ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കൊച്ചിന് ആദ്യം ബനാന, ഏത്തപ്പഴം പൊരിച്ചത്, അതിനുശേഷം അവളുടെ പേരയ്ക്ക കട്ട് ചെയ്തത്,
പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഗ്രേപ്സ്, പിന്നെ കാഷ്യൂനട്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ കുക്കീസ്, പിന്നെ എന്താ ബനാന കേക്ക്. ഇതെല്ലാം വെച്ച് ഞാൻ എന്ത് ചെയ്തു, അവളുടെ ലഞ്ച് ബോക്സ് സ്നാക്ക് ബോക്സ് ഫില്ല് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ സാറാക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിച്ചോളും. ഇതിലത്തെ ഫ്രൂട്ട്സ് ഒന്നും ഒരിക്കലും വേസ്റ്റ് ആക്കാറില്ല. സ്നാക്സ് എനിക്ക് അവൾ കംപ്ലീറ്റ് കഴിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതിലത്തെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ, നട്ട്സ് ആണെങ്കിലും ഞാൻ ഇത്രയും വെക്കുന്നതേ ഉള്ളൂ, ഇത്രയും കഴിക്കണം എന്നില്ല. ഒരു 4-5 എണ്ണം അല്ലെങ്കിൽ 3-4 ഒക്കെ ഡെയിലി കഴിച്ചാൽ മതി. അത്രയും അവൾ കഴിക്കത്തുള്ളൂ. ബാക്കി നട്ട്സ് ഇവിടെ കൊണ്ടുവയ്ക്കും. അത് ഞാനോ ഇക്കായോ ഞങ്ങൾ ആരെങ്കിലും പെറുക്കി കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ മോൾക്ക് ഈ വാട്ടർ ബോട്ടിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അപ്പോൾ ഇതിലും വെള്ളം നിറച്ച് റെഡിയാക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുടിവെള്ളം ഇതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ടാപ്പ് വാട്ടറാണ്. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൾക്കുള്ള ഫുള്ള് ഇല്ല, ഒരു ഹാഫ് പോർഷനെ വെള്ളം എടുക്കുന്നുള്ളൂ. കാരണം ഈ രാവിലെയൊക്കെ അതിന് മാത്രം വെള്ളമൊന്നും കുടിക്കത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ മോളുടെ ഹോംവർക്ക്, ഞാൻ ഇന്നലെ ചെയ്യിപ്പിച്ച മോളുടെ ഹോംവർക്ക്സും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ ഷൂസ്, കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഷൂവ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് തപ്പി കാണാതെ നഷ്ടപ്പെട്ട് പോയിരിക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് തപ്പി വീട് മുഴുവൻ അരിച്ച് പറക്കിയപ്പോൾ അവളുടെ ഷൂ തിരിച്ച് കിട്ടി. അപ്പോൾ അവളുടെ ഷൂവ്, അതുപോലെ തന്നെ സോക്സ്, അതുപോലെ തന്നെ യൂണിഫോം, ടാഗ്. പിന്നീട് അവളുടെ ഇന്ന് ബാഗിലേക്ക് എനിക്ക് വെക്കാനുള്ളത് അവളുടെ ഒരു ജോഡി എക്സ്ട്രാ ഡ്രസ്സും പിന്നെ അതിൻ്റെ ഉള്ളിൽ പാൻറ്റീസും ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ മൺഡേ ട്യൂസ്ഡേ ദിവസങ്ങളിൽ ഖുറാൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ വൈറ്റ് സ്കാർഫും ആൺകുട്ടികൾക്ക് വൈറ്റ് ക്യാപ്പുമാണ്. പിന്നെ നമ്മൾ ഡയറി, ഹോംവർക്ക് ചെയ്ത മാത്സ് നോട്ട്ബുക്ക്, പിന്നെ അവളുടെ സ്നാക്ക് ബോക്സ്, അവളുടെ ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ഒരു നാപ്കിൻ. അപ്പോൾ ബാഗിലേക്ക് ഒരു ടവൽ, അപ്പോൾ ബാഗിലേക്ക് എല്ലാം വെച്ചു സെറ്റാക്കി റെഡി ആക്കി. എൻ്റെ സാറ ഇപ്പം ഉറക്കമാണ്. സാറാനെ ഇപ്പം ഇക്ക എണീപ്പിച്ചുകൊണ്ട് വരും. അപ്പോൾ സാറയുടെ ഓൾമോസ്റ്റ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. ഇനി അവൾ എണീറ്റതിന് ശേഷം അവളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. അപ്പോൾ അതിനുശേഷം കുറച്ച് ടൈമും കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡോറ് തുറന്ന് പയ്യെ ഒന്ന് പുറത്തേക്ക് പോയി. അപ്പം മനോഹരമായിട്ടുള്ള പ്രഭാതം ആസ്വദിക്കുകയാണ്. അപ്പോൾ പക്ഷികളുടെ ആ ഒരു കരച്ചിലും ആ ഒരു സൗണ്ടും ആ ഒരു നാദവും ഒക്കെ കേട്ടപ്പോൾ കാതിന് നല്ല കുളിർമ, ഭയങ്കര സന്തോഷം. പിന്നെ ഇവിടം കാണുമ്പോൾ എനിക്കിപ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. അല്ലെങ്കിൽ നല്ല ചെമ്പകം നല്ല പൂത്ത് തളിർത്ത് വിടർന്ന് നിൽക്കുകയായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബൊഗേൻവില്ല പൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഡേറ്റ്സ് നിറച്ച് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം മൊത്തത്തിലൊരു ശോക അവസ്ഥയായി. എന്നാന്ന് വെച്ചാൽ ചൂട് കാരണം അവരെന്ത് ചെയ്തു, ഇനിയിപ്പം ക്ലൈമറ്റ് നന്നാകുമ്പോഴത്തേനും വരാൻ വേണ്ടി എല്ലാം വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സാറാമ്മളുടെ ദേഹത്തിട്ടിരുന്ന ഗോൾഡാണ്. അപ്പോൾ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ഗോൾഡ് അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഊരുന്നതാണ്. നമ്മൾ ഫ്രൈഡേ ഗോൾഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മൺഡേ ഊരും. ഫ്രൈഡേ നമ്മൾ ഗോൾഡ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ കഴുത്തൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കഴുത്ത് ഒരുമാതിരി കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഗോൾഡ് അങ്ങ് ഇട്ട് കൊടുത്തേക്കും. പിന്നെ പ്രത്യേകിച്ച് സ്കൂളിൽ കോളറുള്ള യൂണിഫോം ആയതുകൊണ്ട് നമ്മൾ മുത്തുമാലയൊന്നും യൂസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ യൂസ് ആകലോ ഇട്ട് കൊടുക്കലോ ഒന്നുമില്ല. അപ്പോൾ സാറ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ കാര്യങ്ങൾ, അവളുടെ കുളിപ്പീരും അതുപോലെ തന്നെ ബ്രഷ്, പല്ല് തേച്ചതും എല്ലാം അവളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവളെ മിടുക്കിയായിട്ട് ഇരുത്തിയതാണ്. അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ആദ്യം കുറച്ച് മൂഡൗട്ടൊക്കെ ആയിരുന്നു. പിന്നെ റെഡിയായി. പിന്നെ ഷൂ ഒക്കെ ഇട്ടപ്പോൾ ചെറിയ സന്തോഷത്തിലാണ്. കാരണം കുറച്ച് ദിവസം കൂടിയാണ് ഷൂ ഇടുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോഴത്തേനും ഇഷ്ടപ്പെട്ടില്ല. അതെനിക്കിപ്പം തിരിച്ചു തരും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ടിഷ്യൂവിൽ വെച്ച് കൊടുത്തതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതും ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് തിരിച്ച് വാങ്ങിച്ച് പ്ലേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി കിടന്നപ്പോഴത്തേനും അതൊക്കെ മാറ്റി, ടിഷ്യൂ ഒക്കെ മാറ്റി ഞാൻ പഴവും അതുപോലെ തന്നെ ഫ്രൂട്ടൊക്കെ വേറെ ആയിട്ട് വെച്ച് കൊടുത്തു. പിന്നെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വേറെ എന്തൊക്കെയോ ന്യായങ്ങൾ പറയുന്നു, എന്തൊക്കെയോ പറയുന്നു. ശരിക്കും രാവിലെ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അടുത്ത് വന്ന് കൊഞ്ചിച്ച് ഓരോന്നോരോന്ന് വായി വെച്ച് കൊടുത്താലാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കൽ. അപ്പോൾ അവൾ പയ്യനെ
ഒരു മൂഡും ഇല്ലാതെ ആർക്കോ വേണ്ടി കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചെങ്കിലും കഴിക്കണമെങ്കിൽ ഇക്ക അടുത്ത് വരണം, അവളുടെ വായിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ദാ ഇക്ക വന്നിട്ട് ഇക്ക ഓരോന്നോരോന്നായിട്ട് ആ പൊരിച്ച് വെച്ചിരിക്കുന്ന പഴമൊക്കെ അവളുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അവൾ കുറച്ച് കഴിച്ചോളും. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് സാറ വെറും വയറ്റിൽ നമുക്ക് വിടുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ കഴിപ്പിക്കുന്നത്. പിന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ സ്നാക്ക് ബോക്സ് കഴിക്കും. പിന്നെ ബാക്ക് ടു ഹോം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കും, പാല് കുടിപ്പിക്കും. അതെല്ലാം അതിൻ്റെ മുറയ്ക്ക് തന്നെ ആ ഒരു ഡെയിലി റുട്ടീനായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇതാ അവരിറങ്ങുകയാണ്. അവരിതാ സലാമൊക്കെ പറഞ്ഞ് അവരിറങ്ങുകയാണ്. അപ്പോൾ കൊച്ച് ബസ് ഇതാ ഇപ്പോൾ സമയം ഒരു 5:55 ആയി. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേനും കറക്റ്റ് ബസ് വരും. അപ്പോൾ ഇതാ അവർ ടാറ്റ ഒക്കെ തന്ന് അവർ പോവുകയാണ്. അപ്പോൾ ദാ സാറ സ്കൂളിൽ പോയി. ഇനി ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാനപ്പോൾ എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കയറി. കാര്യം വെച്ചാൽ സാറാക്ക് 5 മണി, സാറായ്ക്ക് 6 മണി, ഇക്കായ്ക്ക് 7 മണി. അപ്പോൾ ഇക്ക ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച മുതൽ കുറച്ചും കൂടെ നേരത്തെ ഓഫീസിൽ പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ അതനുസരിച്ച് തിരിച്ചു വരാം. ഇല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ പെട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴേ തിരിച്ചു വരുന്നുള്ളൂ. അപ്പം ഞാൻ ഇന്ന് 7 മണിക്ക് ഇക്കാനെ വിടണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കടലക്കറി വെക്കാം എന്നുള്ള പ്ലാൻ ഞാൻ സ്കിപ്പ് ചെയ്തു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പുട്ടും പഴവും ചായയുമാണ് ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ചൂട് പുട്ടും കുറച്ച് തേങ്ങ ഒക്കെ കൂടുതൽ വെച്ചിട്ട് നല്ല ചൂട് പുട്ടും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ റോബസ്റ്റ പഴം ഉണ്ടെങ്കിലും പഴവും ചായയും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇപ്പോൾ എന്ത് ചെയ്തു, ഇത്രയും ഈ ഒരു ടൈമല്ലേ ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഇന്ന് മുതൽ കാര്യങ്ങളൊന്ന് ഓർഡറിലാക്കണം. കാര്യം വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിൽ ചെയ്യുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്ന് മുതൽ ഓർഡറിൽ പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് കറിയായിട്ടൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ കൂടുതലായിട്ട് പുട്ടും പഴവും തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതാ നമ്മൾ പാല് വെക്കുകയാണ്. പാല് വെച്ചതിന് ശേഷം പിന്നെ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ചു. പുട്ടുപൊടി ഞാൻ 1:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഒരു കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം, അതിനുശേഷം ഉപ്പ് ഇട്ട് ഞാനൊന്ന് അടച്ചു വെക്കും. അതിന് ശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനാണ് ഞാനെല്ലാം ഇളക്കുന്നത്. അപ്പോൾ ഇതാ വളരെ അടിപൊളിയായിട്ട് നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിരട്ടക്കുറ്റി എടുത്ത് അതിലേക്ക് തേങ്ങായും വെച്ച് പുട്ടുപൊടിയും വെച്ച് കുക്കറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ ചായയും ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ പുട്ടും ഞാൻ റെഡിയാക്കുകയാണ്. അപ്പോൾ പഴവും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ എല്ലാം കൊണ്ടും കുഴപ്പമില്ലായിരുന്നു, കൺഫ്യൂഷനൊന്നും ഇല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഏർലി മോർണിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ദാ സാറാനെ വിട്ടു. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ഇക്കാനെയും വിടും. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിനി ഉറങ്ങത്തും കിടക്കത്തും ഒന്നുമില്ല. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എഡിറ്റിങ് അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സൈറു നല്ല ഉറക്കമാണ്. ഇനിയിപ്പം ഞാൻ എൻ്റെ മീ ടൈം എടുക്കാൻ പോവാണ്. എൻ്റെ കൊച്ചു 11:45 ആകുമ്പോഴേ വരത്തുള്ളൂ. അപ്പം ഞാനിതാ 7 to 11:45 വരെ എൻ്റെ ഫ്രീ ടൈമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്യും, വീഡിയോ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും അതുപോലെ തന്നെ ഫോൺ കാണലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അതുപോലെ തന്നെ മീ ടൈം. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായ ഒരു മീ ടൈം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാ ഇക്കാടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു. അപ്പോൾ ഇതാണ് ഇക്കാടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മോർണിംഗ് വിശേഷങ്ങൾ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.